ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. എൻ്റെ മുടി കണ്ടോ, എൻ്റെ മുടിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ലല്ലോ. ഒരാളെ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആളെ മുടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കണ്ടാലും മനസ്സിലാവില്ല. ചിലതൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ഡ്രൈ ഒക്കെ ആയിട്ട് പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ കണ്ടാൽ വേഗം മനസ്സിലാവും. പക്ഷേ ഈ കൊഴിയുന്ന കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഒരാളോട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാനിത് എൻ്റെ മുടീൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വന്നതാണ്. മുടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴിയലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ട്. ഇത് ഇപ്പം ചെയ്യപ്പോൾ കൊഴിഞ്ഞതാണ്. ഇത് ഞാനൊരു 4-5 മണിക്കൂർ മുന്നേ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊഴിഞ്ഞതാണ് കേട്ടോ. ആ സമയത്ത് ചീകിയപ്പോൾ കൊഴിഞ്ഞ മുടിയാണിത്. അപ്പോൾ ഇത് ഞാൻ ഒരു 2 ദിവസം മുടി ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മൊത്തം ഒരു മാസത്തെ എടുത്ത് വെക്കണം വിചാരിച്ചു. പിന്നെ എനിക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ അറ്റാക്കൊക്കെ വരും, അത്രയും മുടി കൊഴിയും. കാച്ചിയ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം റോസ്മേരി ഓയിലൊന്ന് തേച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ റോസ്മേരിൻ്റെ ലീവ്സ് വാങ്ങിയത് ഞാൻ മീഷോന്നാണ്. 120 രൂപേൻ്റെതാണ്. 99 രൂപയ്ക്കോ മറ്റോ ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്പ്രേ അടിക്കാനുള്ള സ്പ്രേ ബോട്ടിലും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ സത്യം പറയുകയാണ്, ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ല. ഈ വൈറലായപ്പം, അതായത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഹെയറിലേക്ക് പറ്റിയത് എന്നുള്ളത് ഞാൻ അറിയണത്. ഇത് സത്യമാണോ അല്ലെങ്കിൽ എല്ലാവരും വെറുതെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതാണോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ നന്നായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അപ്പം 4-5 കൊല്ലം മുന്നേ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോൾ ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പരീക്ഷണങ്ങൾക്കൊന്നും നിന്ന് കൊടുക്കുക എന്നല്ല, ചെയ്യുന്ന ആളല്ല. എനിക്ക് ഹെയറിൻ്റെ കാര്യത്തിലും മുഖത്തിൻ്റെ കാര്യത്തിലും ഭയങ്കര പേടിയാണ് എന്തെങ്കിലും തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിതെന്തായാലും വാങ്ങി. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഇതിന് മുന്നേ ഞാൻ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണോ, ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് ആ ടെൻഷൻ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാനിങ്ങനെ പറഞ്ഞു 99 രൂപയേ ഉള്ളൂ ഞാൻ വാങ്ങിയപ്പോൾ. അതുപോലെ അത് ഫേക്ക് ആയിരിക്കും, നല്ലതായിരിക്കില്ല, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കില്ല, നമുക്ക് കുറച്ചൊരു വിലേൻ്റെ വാങ്ങിക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത് പോയി. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതിട്ട് കൊടുക്കുക, എന്നിട്ട് തിളപ്പിക്കുക. സാധാരണ എല്ലാവരും ചെയ്യുന്ന എണ്ണ കാച്ചിന പോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചുകൂടി സിമ്പിളാണ്, പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ പരിപാടി. ഗൈസ്, എൻ്റെ മൂക്കിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല, എനിക്കൊരു സ്മെല്ലും വന്നിട്ടില്ല. ഓൾറെഡി ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു സ്മെല്ലും വന്നിട്ടില്ല. വൈകിട്ടായപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മണപ്പിച്ചൊക്കെ കൊടുത്തു നോക്കി. അവരൊക്കെ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതിട്ട് കൊടുത്ത്, ഇത് കൂടുതലാണോ കുറവാണോ ഇട്ടതെന്നും അതും അറിയില്ല. ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാതെയാണ് ഇത് സംഭവം ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു യെല്ലോ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ലീഫൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡായി, സാധാരണ അങ്ങനെയല്ല, നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ്, ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ ഓഫ് ആക്കൂലേ. അപ്പം ഞാൻ അതേപോലെ തന്നെ ഓഫ് ആക്കിയിട്ടുണ്ട്. എണ്ണ ഞാൻ ചൂട് ആറിയപ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മുടിക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളതും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാനിവിടെ വെള്ളമില്ലായിരുന്നല്ലോ ഈ വേനൽ വന്നപ്പോൾ. ആ സമയത്ത് ഞങ്ങൾ കിണർ വറ്റിയതിൻ്റെ കൂടെ തന്നെ മോട്ടർ അടിച്ചു പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കോർപ്പറേഷൻ്റെ വെള്ളമായിരുന്നു എടുക്കൽ. അതാണെങ്കിൽ മറ്റേ ബ്ലീച്ചിങ് പൗഡർ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. വേറെ വഴിയില്ലാത്തതിനെ കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കുളിക്കലുണ്ടായിരുന്നത്. അപ്പോൾ മുടി അന്ന് തുടങ്ങിയതാണ് എൻ്റെ മുടി കൊഴിയാൻ കേട്ടോ. ഭയങ്കര കൊഴിച്ചിലാണ്. കാച്ചിയ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട്, അതൊന്നും തേച്ചിട്ട് ഒന്നും ആവണില്ല. കാരണം മുടി കൊഴി തന്നെ. കാരണം ഇത് നമ്മൾ കാച്ചിയ എണ്ണ തേക്കണു, അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം കൊണ്ട് തന്നെ കുളിക്കുന്നു, പിന്നെ എണ്ണ തേക്കുന്നു. അപ്പം റിസൾട്ട് നെഗറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. നല്ല കൊഴിയലാണ്, കുറച്ചൊന്നുമല്ല. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അതിൽ. ഇതിന് മുന്നേ എനിക്ക് ഈ മുടി കൊഴിഞ്ഞത് എപ്പോഴറിയോ, കല്യാണം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയില്ലേ, അപ്പം റെഗുലറായിട്ട് വേറൊരു വെള്ളത്തിൽ കുളിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ, എൻ്റെ മുടി എമ്മാരി കൊഴിയലാന്ന് അറിയപ്പോഴും ഞാനിട്ട് ഇങ്ങനെ എടുത്ത് വെക്കായിരുന്നു. അവിടെ പുറത്തേക്കൊക്കെ ഇട്ട് എനിക്ക് പേടിയായിരുന്നു. അവിടെ അമ്പലമൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ച ഒരു ദിവസം എന്നിട്ട് കണ്ണ് തള്ളിപ്പോയി. ഇതിങ്ങനെ ഞാനിങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റാത്തൊരു സാധനത്തിലായിരുന്നു, ഗോൾഡിൻ്റെ ഒരു കവറിലായിരുന്നു ഇട്ട് വെച്ചത്. അതിങ്ങനെ ഇട്ട് വയ്ക്കും. ഇതിങ്ങനെ നിറഞ്ഞ ഒരു ദിവസം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നിറയെ ഒരു വലിയ ബോളിൻ്റെ അത്ര ഉണ്ടായിരുന്നു എൻ്റെ മുടി. അന്ന് ഞാൻ പേടിക്കല. പിന്നീട് ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് ഞാൻ തല നന്നായിട്ട് ശ്രദ്ധിച്ച് സെറ്റായി വന്നു കേട്ടോ. പക്ഷേ ഇത് ബ്ലീച്ചിങ് പൗഡർ, അവിടെ നല്ല ശുദ്ധമായ ജലമായിരുന്നു, പക്ഷേ ഇത് ബ്ലീച്ചിങ് പൗഡറും കൂടി അതിനെക്കൊണ്ട് ഭയങ്കര സീനാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ കിണർ സെറ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ ആയി, മോട്ടറൊക്കെ ശരിയാക്കി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എണ്ണ കാച്ചാന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞപ്പം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത്രയും നല്ലതാണ് എന്നാണല്ലോ കേട്ടത്. അപ്പോൾ ഓയിലും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ സ്പ്രേയും ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പ്രേ ഉണ്ടാക്കിയ സാധാരണ വെള്ളത്തിൽ ഇതിട്ട് കൊടുത്തു, എന്നിട്ട് തിളപ്പിച്ചു, ആ വെള്ളം എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ, കാരണം ഇതെനിക്ക് സെറ്റ് ആവോ എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാനിത് നിങ്ങളോട് വാങ്ങാനോ അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ ലിങ്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഞാനൊന്ന് ചെയ്ത്
നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരു മാസം കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. കാരണം ഇത്രയും കുറച്ച് സിമ്പിളാണ്. നമ്മൾ സാധാരണ സാധനങ്ങൾ ചെമ്പരത്തിയോ അല്ലെങ്കിൽ കറ്റാർവാഴയോ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ടൈം എടുക്കും അത് ചെയ്യാൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്, സിമ്പിളാണ്. അപ്പം ഇത് അടുത്ത വീഡിയോ അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.